Hi students, welcome back to Social Science Classroom. We have completed first 4 chapters. Today let's start 5th chapter. The 5th chapter is The Earth, Myths and Reality. ഭൂമി കഥയും കാര്യവും എന്നുള്ളതാണ് 5ാമത്തെ ചാപ്റ്റർ. നമുക്കിന്ന് 5ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം ഇതിൻ്റെ സ്റ്റാർട്ടിലൊരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ കുറിപ്പ് ഒന്ന് വായിച്ച് നോക്കാം. An ancient town in the 2nd century BC. BC 2ാം നൂറ്റാണ്ടിലുള്ള ഒരു പുരാതന പട്ടണം. The people are celebrating the day of the marriage procession of their prince. അവിടെയുള്ള ആളുകളെല്ലാം തന്നെ അവിടുത്തെ രാജകുമാരൻ്റെ വിവാഹം ആഘോഷിക്കുകയാണ്. Who got married to the beautiful princess of the neighboring country. അവരെ വിവാഹം കഴിക്കുന്നത് ആരെയാണ്? തൊട്ടടുത്ത രാജ്യത്തെ രാജകുമാരിയായ സുന്ദരിയായ രാജകുമാരിയെയാണ് അവർ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ രാജകുമാരൻ്റെയും രാജകുമാരിയുടെയും ഒക്കെ കല്യാണം, വിവാഹം വളരെ ആനന്ദത്തോടു കൂടി ആഘോഷിക്കുകയാണ് ആ നഗരത്തിലുള്ള ആളുകൾ. People crowded on either side of the royal paths to welcome the prince. ജനങ്ങളെ രാജപാതയുടെ, രാജകൊട്ടാരത്തിലേക്കുള്ള പാതയുടെ 2 ഭാഗത്തുമായിട്ട് തടിച്ചു കൂടിയിട്ടുണ്ട്. എന്തിനാണ്? ടു വെൽക്കം ദ പ്രിൻസ്. അവരുടെ രാജകുമാരനെ വെൽക്കം ചെയ്യാൻ, സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ രാജപാതയുടെ 2 ഭാഗത്തുമായിട്ട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. Rather than seeing the princess, all of them were curiously viewing the princess' wedding gift. രാജകുമാരനെ നോക്കുന്നതിനേക്കാളും ആകാംക്ഷയോട് കൂടി അവിടെ കൂടിയിട്ടുള്ള ആളുകളൊക്കെ നോക്കുന്നത് എന്തിലേക്കാണെന്നറിയോ? രാജകുമാരനല്ല, പുതുമണവാളനെ അല്ല നോക്കുന്നത്. പിന്നെ എന്തിനാണ്? വെഡ്ഡിങ് ഗിഫ്റ്റിലേക്കാണ്. വിവാഹ സമ്മാനമായിട്ട് കിട്ടിയിട്ടുള്ള ആ സമ്മാനത്തിലേക്കാണ് എല്ലാവരും നോക്കുന്നത്. എന്താണ് വെഡ്ഡിങ് ഗിഫ്റ്റ്? എ ഹ്യൂജ് ഗോൾഡൻ സ്റ്റാച്യു. ഒരു സ്വർണ്ണ പ്രതിമയാണ്. എങ്ങനെയുള്ള പ്രതിമയാണ്? വിത്ത് ഹ്യൂമൻ ഹെഡ്. അതിൻ്റെ ഹെഡ് എന്താണ്? മനുഷ്യൻ്റെ തലയാണ്. ഓൺ എ ഹോഴ്സ് ബോഡി. ഒരു കുതിരയുടെ ബോഡിയും മനുഷ്യൻ്റെ തലയുമുള്ള ഒരു സ്വർണ്ണ പ്രതിമയാണ് വെഡ്ഡിങ് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. ആളുകളൊക്കെ ആ വെഡ്ഡിങ് ഗിഫ്റ്റിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കൗതുകത്തോടു കൂടി അവർ ആ വെഡ്ഡിങ് ഗിഫ്റ്റിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ദി ജോയ്ഫുൾ ഡേയ്സ് ഡിഡിൻ ലാസ്റ്റ് ലോങ്. പക്ഷേ ഈ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ അധിക നാളൊന്നും നീണ്ടു നിന്നില്ല. ദ ടൗൺ വാസ് സ്ട്രക്ക് ബൈ എ സിവിയർ ഡ്രോട്ട്. പെട്ടെന്ന് തന്നെ ഈ നഗരം എന്തായി? കഠിനമായ വരൾച്ചയിലേക്ക് മാറി. ടു നോ ദ റീസൺ ഫോർ ദ ഡ്രോട്ട് ആൻഡ് ടു പ്രിസ്ക്രൈബ് റെമഡി. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വരൾച്ച ഉണ്ടായി, ഇനി എന്താണ് ഇതിന് ചെയ്യുക എന്നറിയാൻ വേണ്ടിയിട്ട് ദ കിങ് അസംബിൾഡ് ഓൾ ദ ഗ്രേറ്റ് അസ്ട്രോളജേഴ്സ് ഓഫ് ദ ലാൻഡ്. അവിടുത്തെ രാജാവ് എന്ത് ചെയ്തു? ആ രാജ്യത്തിലുള്ള പ്രധാനപ്പെട്ട അസ്ട്രോളജേഴ്സിനൊക്കെ, വാനനിരീക്ഷകരായിട്ടുള്ള ആളുകളെ എല്ലാം തന്നെ വിളിച്ചു വരുത്തി. എന്നിട്ടോ ഫൈൻഡിങ് വാസ് ദാറ്റ് ദ ഡ്രോട്ട് വാസ് ബ്രോട്ട് അബൌട്ട് ബൈ ദ പ്രിൻസസ് വെഡ്ഡിങ് ഗിഫ്റ്റ്. അവരുടെ കണ്ടെത്തൽ എന്താണ്? എന്തുകൊണ്ടാണ് ഇത്രയും വലിയ വരൾച്ച ഉണ്ടായത്? അതിൻ്റെ കാരണം ഈ രാജകുമാരൻ കൊണ്ടുവന്ന ഈ വെഡ്ഡിങ് ഗിഫ്റ്റാണ് ഈ രാജ്യത്ത് ഇത്ര വലിയ വരൾച്ച ഉണ്ടാവാനുള്ള കാരണമെന്ന് അന്നത്തെ അസ്ട്രോളജേഴ്സ് എല്ലാവരും കൂടെ വിലയിരുത്തി. ദ ഗോൾഡൻ സ്റ്റാച്യു. ആ വെഡ്ഡിങ് ഗിഫ്റ്റ് എന്താണ്? സ്വർണ്ണ പ്രതിമയാണ്. ടു റെമഡി ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ റെമഡി, അതിനുള്ള പരിഹാരം എന്താണ്? ദ റെക്കമെൻഡഡ്. അവരെ നിർദ്ദേശിച്ചു ദ ഗോൾഡൻ സ്റ്റാച്യു ടു ബി ത്രോൺ ഫ്രം ദ എഡ്ജ് ഓഫ് ദ എർത്ത്. ഈ സ്വർണ്ണ പ്രതിമ കൊണ്ടുപോയി ഭൂമിയുടെ അറ്റത്ത് കൊണ്ടുപോയിട്ട് ഭൂമിയുടെ അറ്റത്ത് നിന്ന് അത് താഴേക്ക് വലിച്ചെറിയണം എന്ന് ഈ അസ്ട്രോളജേഴ്സ് നിർദ്ദേശിച്ചു. അങ്ങനെ ആ പ്രദേശത്തിൻ്റെ വന്നു ചേർന്നിട്ടുള്ള ഡ്രോട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്വർണ്ണ പ്രതിമ ഭൂമിയുടെ അറ്റത്ത് കൊണ്ടുപോയിട്ട് താഴേക്ക് വലിച്ചെറിയാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ കഥ വായിക്കുമ്പോൾ, ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൗതുകം തോന്നുന്നുണ്ടോ? എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? ഡ്രോട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സ്വർണ്ണ പ്രതിമ കൊണ്ടുപോയിട്ട് ഭൂമിയുടെ അറ്റത്ത് നിന്ന് താഴോട്ട് വലിച്ചെറിയണം.
നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ഭൂമിക്ക് അങ്ങനെ ഒരു അറ്റുണ്ടോ? ഇല്ല അല്ലേ? ഭൂമി ഉരുണ്ടിട്ടാണ് എന്ന് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നു അല്ലേ? ഭൂമിയുടെ യഥാർത്ഥ ആകൃതി ജിയോയിഡാണ് എന്നൊക്കെ നമ്മളിപ്പോൾ വിശ്വസിക്കുന്നു. എന്നാൽ ഈ BC 2-ാം നൂറ്റാണ്ടിലൊന്നും ആളുകൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അന്ന് അവർ വിശ്വസിച്ചിരുന്നത് എന്താണ്? ഭൂമി പരന്നിട്ടെന്നാണ്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് പരന്നിട്ടാകുമ്പോൾ അങ്ങനെ പോയിട്ട് അതിനൊരറ്റമുണ്ട്. ആ അറ്റത്തുനിന്ന് അതിനെ താഴേക്കാൻ വലിച്ചെറിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ആ സാധനം തന്നെ അങ്ങോട്ട് പോയി എന്നുള്ളതാണ് അന്നുണ്ടായിരുന്ന വിശ്വാസം. ഓക്കെ, ഹാവിൻറ്റ് യു റീഡ് ദ സ്റ്റോറി? ഈ കഥ വായിച്ചില്ലേ? ഡു യു തിങ്ക് ദേ കുഡ് ത്രോ ദ സ്റ്റാച്യു ഫ്രം ദ എഡ്ജ് ഓഫ് ദ എർത്ത്? ഡു യു തിങ്ക്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ദേ കുഡ് ത്രോ, അവർക്ക് എറിയാൻ കഴിയും, ദ സ്റ്റാച്യു, ആ പ്രതിമ, ഫ്രം ദ എഡ്ജ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ അറ്റത്തിന് കൊണ്ടുപോയിട്ട് താഴേക്ക് എറിയാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? കാരണം എന്താ? നമുക്കറിയാം ഭൂമി ഉരുണ്ടിട്ടാണ്. അപ്പോൾ എന്താണ് അന്ന് അവരെങ്ങനെ വിശ്വസിക്കാനുള്ള കാരണം? ഫോർ എ ലോങ് ടൈം ദ എർത്ത് വാസ് ബിലീവ്ഡ് ടു ബി ഫ്ലാറ്റ്. കുറേ കാലം ആളുകൾ എന്താ വിശ്വസിച്ചിരുന്നത്? ഭൂമി പരന്നിട്ടാണ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. The concept related to the shape of earth were confusing right from the ancient times. ഭൂമിയുടെ ഷേപ്പ് എന്താണ് എന്നുള്ളത് പണ്ട് കാലം തൊട്ട് തന്നെ ആളുകൾക്ക് വളരെ കൺഫ്യൂഷനുള്ള ഒരു കാര്യമായിരുന്നു. Quite often the stories then prevalent about the shape of the earth were highly imaginative and interesting. ഭൂമിയുടെ ഷേപ്പ് എന്താണ് എന്നുള്ളത് ആളുകളൊക്കെ ഊഹിച്ച് പറയുന്ന കാര്യങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. പലതും പല കഥാ രൂപത്തിലേക്ക് പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ശാസ്ത്രീയമായ ഒരു തെളിവൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ദെൻ നെക്സ്റ്റ് സബഡിങ് നോക്കുക. ഷേപ്പ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ഷേപ്പ് എന്താണ്? ബിലീഫ്സ് ടു റിയാലിറ്റി, അന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നതിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക്, വിശ്വാസത്തിൽ നിന്ന് യഥാർത്ഥത്തിലേക്ക് എന്നാണ് ബിലീഫ്സ് ടു റിയാലിറ്റി. ഷേപ്പ് ഓഫ് ദ എർത്ത്, ബിലീഫ്സ് ടു റിയാലിറ്റി. എന്താണ് അതിൻ്റെ യഥാർത്ഥം? നോക്കാം നമുക്ക്. ദ കൺസെപ്റ്റ് ഓഫ് സ്പെറിക്കൽ എർത്ത് വാസ് ഫസ്റ്റ് put forward by the Greek philosopher Thales in the 7th century BC. ഭൂമി ഉരുണ്ടതാണ് എന്ന് ആദ്യമായി പറഞ്ഞത് ആരാണ്? ഗ്രീക്ക് ഫിലോസഫറായിട്ടുള്ള തെയിൽസ് ആണ്. എന്നാണ് പറഞ്ഞത്? 7th century BC. He believed that his sphere floated on water. അയാൾ എന്താ വിചാരിച്ചത്? ഭൂമി ഉരുണ്ടിട്ടാണ്, ഇത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ആരുടെ വിശ്വാസമാണ്? ഗ്രീക്ക് ഫിലോസഫറായിട്ടുള്ള തേൽസിൻ്റെ വിശ്വാസമാണ്. അപ്പോൾ തേൽസ് പറഞ്ഞു ഭൂമി ഉരുണ്ടിട്ടാണ്, പക്ഷെ അത് എങ്ങനെയാണ് കിടക്കുന്നത്? അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? തേൽസ് പറഞ്ഞിട്ടുള്ളത്. എന്നാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്? BC 7th century. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ദ ഗ്രീക്ക് ഫിലോസഫേഴ്സ് Pythagoras and Aristotle established that the earth is spherical in shape. പിന്നീട് ഗ്രീക്ക് ചിന്തകന്മാരായിട്ടുള്ള പൈതഗോറസും അരിസ്റ്റോട്ടിലും അവർ എന്ത് സ്ഥാപിച്ചു? ഭൂമി ഉരുണ്ടതാണ് എന്ന് സ്ഥാപിച്ചു. ദ പീരിയഡ് സോ ന്യൂമറസ് ഒപ്പോസിഷൻ അഗെയിൻസ്റ്റ് ദിസ് വ്യൂ. അവരിത് പറഞ്ഞപ്പോൾ പല ആളുകളും അവരെ എതിർക്കുകയാണ് ചെയ്തത്. അതൊക്കെ തെറ്റാണ്. നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. ഭൂമി ഉരുണ്ടിട്ടൊന്നുമല്ല, ഭൂമി പരന്നിട്ട് തന്നെയാണ്. നിങ്ങൾ എങ്ങനെ പോയാലും നിങ്ങൾക്ക് നേരെയാണ് പോകാൻ പറ്റുക. അതുകൊണ്ട് ഭൂമി പരന്നിട്ടാണ് എന്നുള്ള കൺസെപ്റ്റൊക്കെയാണ് അന്ന് ആളുകൾക്കിട്ടായിരുന്നത്. അപ്പോൾ അന്ന് ഭൂമി ഉരുണ്ടിട്ടാണ് എന്ന് പറയുന്ന ആളുകളെ ഇവർ പരിഹസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ലേറ്റർ കോപ്പർനിക്കസ് സ്ട്രോങ്ലി സപ്പോർട്ടഡ് ദിസ് കൺസെപ്റ്റ്. പിന്നീട് നിങ്ങൾ കേട്ടിട്ടുണ്ട് കോപ്പർനിക്കസ് അല്ലേ? ഗ്രീക്കുകാരൻ തന്നെയാണ് കോപ്പർനിക്കസ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഭൂമി ഉരുണ്ടതാണ് എന്ന് കൃത്യമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. അഥവാ ഭൂമിയെ സോളാർ സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു തിയറി അവതരിപ്പിച്ചത് കോപ്പർനിക്കസ്. ഓക്കെ, ആര്യഭട്ട ദ ഇന്ത്യൻ അസ്ട്രോണമർ സ്ട്രോങ്ലി ബിലീവ്ഡ് ദ ഷേപ്പ് ഓഫ് എർത്ത് ടു ബി സ്പെറിക്കൽ ആൻഡ് ദാറ്റ് ഇറ്റ് സ്പിൻ ഓൺ ഇറ്റ്സ് ഓൺ ഇമാജിനറി ആക്സിസ്. പിന്നീട് ആര്യഭട്ട എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്ത്യൻ അസ്ട്രോണമറാണ്.
ഇന്ത്യൻ അസ്ട്രോണമറാണ് ആര്യഭട്ട. അദ്ദേഹം സ്ട്രോങ്ലി ബിലീവ്ഡ്, അദ്ദേഹം വിശ്വസിച്ചത് എന്തായിരുന്നു? ദ ഷേപ്പ് ഓഫ് എർത്ത് ടു ബി സ്പെറിക്കൽ, ഭൂമി ഉരുണ്ടതാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. മാത്രമല്ല അദ്ദേഹം എന്തുകൂടെ പറഞ്ഞു? ഇറ്റ് സ്പിൻ ഓൺ ഇറ്റ്സ് ഓൺ ഇമാജിനറി ആക്സസ്, അത് അതിൻ്റെ ഒരു ഇമാജിനറി ആക്സിസിൽ കടന്നിട്ട്, അച്ചുതണ്ടിൽ കടന്നിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കൂടി ആര് പറഞ്ഞു? ആര്യഭട്ട പറഞ്ഞു. ദെൻ ഇയേഴ്സ് ലേറ്റർ, വർഷങ്ങൾക്ക് ശേഷം, മെഗല്ലൻസ് വോയേജ് റൗണ്ട് ദ വേൾഡ് പ്രൂവ്ഡ് ദാറ്റ് ദ എർത്ത് ഇസ് സ്പെറിക്കൽ. മെഗല്ലൻ ഒരു കപ്പലും എടുത്തിട്ട് ഭൂമി ചുറ്റിയപ്പോൾ അദ്ദേഹം പ്രൂവ് ചെയ്തെന്ത്? ഭൂമി ഉരുണ്ടതാണ്. ഓക്കെ. ദെൻ പിന്നെയോ, സർ ഐസക് ന്യൂട്ടൺ പ്രൂവ്ഡ് ദാറ്റ് ദ എർത്ത് ഇസ് നോട്ട് ട്രൂവിലി സ്പെറിക്കൽ ഇൻ ഷേപ്പ്. ഐസക് ന്യൂട്ടൺ പിന്നീട് കണ്ടെത്തിയെന്ത്? ഭൂമി പൂർണ്ണമായും ഉരുണ്ടതല്ല, മറിച്ച് ബട്ട് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻ അറ്റ് ദ പോൾസ്, ധ്രുവപ്രദേശങ്ങളിൽ അല്പം പരന്നതാണ്. ആൻഡ് ബാൾജഡ് ഇൻ ദ മിഡിൽ, സെൻട്രൽ ഭാഗം അല്പം മുന്തിയതും ധ്രുവഭാഗങ്ങൾ അല്പം പരന്നതുമായിട്ടുള്ള ഒരു ഷേപ്പാണ് ഏതിനുള്ളത്? ഭൂമിക്കുള്ളത് എന്ന് ആര് കണ്ടെത്തി? ഐസക് ന്യൂട്ടൺ കണ്ടെത്തി. അപ്പോൾ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ആദ്യകാലത്ത് BC കാലഘട്ടങ്ങളിലെ എന്ത് വിശ്വാസമാണ് ആളുകൾക്കുണ്ടായിരുന്നത്? ഭൂമി പരന്നതാണ് എന്ന വിശ്വാസമാണ് ആളുകൾക്കുണ്ടായിരുന്നത്. ഭൂമി പരന്നതല്ല, ഭൂമി ഉരുണ്ടതാണ് എന്ന് ആദ്യം പറഞ്ഞത് ആരാണ്? തെയിൽസാണ്. ഗ്രീക്ക് ഫിലോസഫറായ തെയിൽസാണ് ഭൂമി ഉരുണ്ടതാണ് എന്ന് ആദ്യം പറഞ്ഞത് BC 7-ാം നൂറ്റാണ്ടിൽ, അല്ലേ? പിന്നീട് ഭൂമി ഉരുണ്ടതാണ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് അദ്ദേഹം. തെയിൽസ് എന്താ പറഞ്ഞത്? ഭൂമി ഉരുണ്ടതാണ്, പക്ഷെ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണെന്നാണ് പറഞ്ഞത്. എന്നാൽ അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഭൂമി ഉരുണ്ടതാണ് എന്നുള്ള കൃത്യമായ ആശയം മുന്നോട്ട് വെച്ച മറ്റ് രണ്ടാളുകളാണ് ആരൊക്കെ? പൈതഗോറസും അരിസ്റ്റോട്ടിലും. അവരാണ് ഭൂമി ഉരുണ്ടതാണ് എന്ന ആശയം പിന്നീട് മുന്നോട്ട് വെച്ചത്. അവർക്ക് ഒരുപാട് എതിർപ്പുകളൊക്കെ നേരിടേണ്ടി വന്നു. പക്ഷേ പിന്നീട് കോപ്പർനിക്കസ് സൗരയുദ്ധ സിദ്ധാന്തം അവതരിപ്പിച്ചതോട് കൂടിയിട്ട് ഈ ആശയങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ബലം കിട്ടി. പിന്നീട് ആര്യഭട്ട, ഇന്ത്യൻ അസ്ട്രോണമിസ്റ്റാണ് ആര്യഭട്ട. അദ്ദേഹമാണ് എന്ത് പറഞ്ഞത്? ഭൂമി ഉരുണ്ടതാണ്, മാത്രമല്ല അത് അതിൻ്റെ അച്ചുതണ്ടിൽ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ആര്യഭട്ടയാണ്. ഇയേഴ്സ് ലേറ്റർ, കുറേ വർഷങ്ങൾക്ക് ശേഷം, മെഗല്ലൻസ് വോയേജ് റൗണ്ട് ദ വേൾഡ് പ്രൂവ്ഡ് ദ എർത്ത് ഇസ് സ്പെറിക്കൽ. മെഗല്ലൻ എന്ത് ചെയ്തു? ഒരു പായക്കപ്പലും എടുത്ത് ഭൂമി ചുറ്റിക്കൊണ്ട് അദ്ദേഹം തെളിയിച്ചു എന്താണ്? ഭൂമി ഉരുണ്ട തന്നെയാണ്. സർ ഐസക് ന്യൂട്ടൺ പ്രൂവ്ഡ് ദാറ്റ് ദ എർത്ത് ഇസ് നോട്ട് ട്രൂലി സ്പെറിക്കൽ. പിന്നീട് ഐസക് ന്യൂട്ടൺ കുറച്ചും കൂടെ കൃത്യമായത് കണ്ടെത്തി. എന്താണ്? ഭൂമി ഉരുണ്ടതാണ്, പക്ഷേ പൂർണ്ണമായി ഉരുണ്ടിട്ടല്ല. എങ്ങനെയാണ്? പോൾ സൈഡ് കുറച്ച് ഫ്ലാറ്റാണ്, അതുപോലെ തന്നെ ഇക്വേറ്റർ സൈഡ്, മിഡിൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഉന്തിയതുമായിട്ട് നിൽക്കുന്ന ഒരു ഷേപ്പാണ് ഭൂമിക്കുള്ളത് എന്ന് ആര് കണ്ടെത്തി? ഐസക് ന്യൂട്ടൺ കണ്ടെത്തി. ഓക്കെ. The spherical shape of the earth, which is slightly flattened at the poles and bulged at the equator, is known as geoid. ആ ഷേപ്പിന് പറയുന്ന പേരാണ് ജിയോയിഡ്. പരീക്ഷയ്ക്ക് ചോദിക്കും എന്താണ് ജിയോയിഡ് എന്നുള്ളത്. ഭൂമിയുടെ ആകൃതിയാണ് എന്ത്? ജിയോയിഡ്. ജിയോയിഡ് ആകൃതിയുടെ പ്രത്യേകത എന്താണ്? ധ്രുവഭാഗങ്ങളെ അല്പം പരന്നതും ഭൂമധ്യരേഖാ ഭാഗം അല്ലെങ്കിൽ സെൻട്രൽ ഭാഗം അല്പം ഉയർന്നതുമായിട്ടുള്ള ഒരു ഷേപ്പാണ് ഇത് ജിയോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ. ദ വേർഡ് ജിയോയിഡ് മീൻസ് എർത്ത് ഷേപ്ഡ് എന്നാണ്. ജിയോയിഡിൻ്റെ അർത്ഥം എർത്ത് ഷേപ്ഡ് എന്നാണ്. ഓക്കെ. അപ്പോൾ ഭൂമിയുടെ ഷേപ്പ്, യഥാർത്ഥ ഷേപ്പ് എന്താണ്? ജിയോയിഡാണ് എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്താം. ഓക്കെ. Nowadays, the shape of the earth is quite evident from the satellite images. ഇപ്പോൾ ഭൂമിയുടെ ഷേപ്പ് എന്താ എന്നുള്ളതിന് സാറ്റലൈറ്റ് ഇമേജുകൾ കിട്ടുന്നുണ്ട്, അല്ലേ? നമ്മുടെ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറകളിൽ നിന്ന് നമുക്ക് ഭൂമിയുടെ ഷേപ്പ് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഹൗ ബിഗ് ദ എർത്ത് ഈസ്. ഭൂമി എത്ര വലുതാണ്? ഭൂമി എത്ര വലുതാണ്? ഭൂമി ചെറുതാണോ? ചെറുതാണ് ഭൂമി? അല്ല, ഭൂമി വലുതാണ്, അല്ലേ? ഹൗ ഫാർ ഈസ് യുവർ സ്കൂൾ ഫ്രം ഹോം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്ര ദൂരമുണ്ട്? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു കവർ ദിസ് ഡിസ്റ്റൻസ് ഓൺ ഫുട്ട്.
അങ്ങോട്ട് നടന്നെത്താൻ നിങ്ങൾക്ക് എത്ര സമയം പിടിക്കും? ഡു യു നോ ഹൗ ലോങ് ഇറ്റ് ടുക്ക് ജീൻ ബിലീവ് ദ കനേഡിയൻ എക്സ്പ്ലോറർ ടു ട്രെക്ക് ആൻഡ് സെയിൽ അറൗണ്ട് ദ വേൾഡ്? അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്കൂൾ എത്ര വിട്ടാണ്, അവിടേക്ക് എത്തിപ്പെടാൻ എത്ര സമയം എടുക്കും എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ. ഇപ്പോൾ 1 കിലോമീറ്റർ അകലെയുള്ള സ്കൂളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നടന്ന് പോവുകയാണെങ്കിൽ ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ എടുക്കും നിങ്ങൾ സ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും. അപ്പോൾ എത്ര ദൂരമുണ്ട് സ്കൂളിലേക്ക്? 1 കിലോമീറ്റർ ദൂരമുണ്ട് അല്ലേ? ഒരുപാട് അകലെയാണ് സ്കൂളുള്ളത്. 1/4 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നടന്നിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരാളുടെ പേരുണ്ട്, ആരാണ്? ജീൻ ബെല്ലിവ്യൂ. ജീൻ ബെല്ലിവ്യൂ ദ കനേഡിയൻ എക്സ്പ്ലോററാണ്, കനേഡിയക്കാരനാണ്. ടു ട്രെക്ക് ആൻഡ് സെയിൽ അറൗണ്ട് ദ വേൾഡ്. അദ്ദേഹം ഭൂമിയെ ചുറ്റാൻ, കാൽനടയായിട്ടും കപ്പലായിട്ടുമൊക്കെ അദ്ദേഹത്തിന് ഭൂമിയെ ചുറ്റാൻ എത്ര സമയം എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം? അബൌട്ട് 11 years. 11 വർഷം കൊണ്ടാണ് അദ്ദേഹം ഭൂമിയെ ചുറ്റാൻ വന്നിട്ട്. 11 വർഷം കൊണ്ടാണ് അദ്ദേഹം ഭൂമിയെ ചുറ്റിക്കഴിഞ്ഞ് ആദ്യത്തെ സ്ഥലത്തേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്. 11 വർഷമെടുത്തു. അബൌട്ട് 11 years. Now can you imagine how big is the earth? അപ്പം നിങ്ങൾക്ക് ഊഹിച്ച് നോക്കാം ഭൂമി എത്ര വലുതാണ്. ഒരാൾക്ക് കാൽനടയായിട്ടും അതുപോലെ തന്നെ കപ്പലിലുമൊക്കെ ആയിട്ട് ഭൂമിയെ ചുറ്റാൻ 11 വർഷം വേണമെന്നുണ്ടെങ്കിൽ ഭൂമി എത്ര വലുതാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. നൗ ക്യാൻ യു ഇമാജിൻ ഹൗ ബിഗ് ദ എർത്ത് ഇസ്? ദ circumference of this sphere on which we live is about 40,000 kilometers. ഭൂമിയുടെ ചുറ്റളവ് ഏകദേശം എത്രയുണ്ട്? 40,000 കിലോമീറ്റർ ചുറ്റളവുണ്ട്. 40,000 കിലോമീറ്റർ ചുറ്റളവുണ്ട് ഭൂമിക്ക് എന്നാണ് ഏകദേശം അതിൻ്റെ കണക്ക്. ഓക്കെ, വേർ ഓൺ എർത്ത് ആം ഐ? ഭൂമിയിൽ ഞാൻ എവിടെയാണ്? ഭൂമിയിൽ ഞാൻ നിൽക്കുന്നത് എവിടെയാണ്? ഹാവ് യു എവർ തോട്ട് അബൌട്ട് യുവർ പൊസിഷൻ ഓൺ എർത്ത്? ഭൂമിയിൽ ഇത്രയും വലിയ ഭൂമിയാണ് അല്ലേ? 7 വൻകരകളുണ്ട്, കുറേ സമുദ്രങ്ങളുണ്ട്, എല്ലാം കൂടെ കൂടുന്ന വിശാലമായ ഭൂമിയാണ്. ആ ഭൂമിയിൽ നിങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് നിങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? യുവർ ആൻസർ മേ ബി ഇൻ ഏഷ്യ, ഇൻ ഇന്ത്യ, ഇൻ കേരള ആൻഡ് സോ ഓൺ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് പറയും? ഞാൻ ഭൂമിയിൽ ഏഷ്യയിലാണ്. അപ്പോൾ ഏഷ്യയിലെവിടെ? ഏഷ്യയിൽ ഞാൻ ഇന്ത്യയിലാണ്. ഇന്ത്യയിലെവിടെ? ഇന്ത്യയിൽ ഞാൻ കേരളത്തിലാണ്. കേരളത്തിലെവിടെ? കേരളത്തിൽ ഞാൻ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെവിടെ? മലപ്പുറം ജില്ലയിൽ ഞാൻ വേങ്ങരയാണ് അല്ലേ? അപ്പോൾ നമ്മളങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഓരോ നമ്മുടെ സ്ഥലം എവിടെയാണെന്നുള്ളത്. റെഡി? There are exact location for each and every feature or place on earth. പക്ഷെ ഭൂമിയിൽ ഓരോ സ്ഥലത്തിനും കറക്റ്റായിട്ട് അതിൻ്റെ ലൊക്കേഷനുണ്ട്. ഇറ്റ് ഈസ് ഡിറ്റർമിൻ ഓൺ ദ ബേസ് ഓഫ് സർട്ടൻ മെഷർമെൻറ്റ്. ചില അളവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് നിർണ്ണയിക്കുന്നത്. ഇന്ന അളവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ ഭൂമിയിൽ ഏതൊരു സ്ഥലത്തിൻ്റെയും അളവ് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയുന്നതാണ്. Let us see how the location of a feature or place is determined. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ എങ്ങനെയാണത് തീരുമാനിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, നോട്ട് ഡൗൺ ദ പൊസിഷൻ ഓഫ് യുവർ സീറ്റ് ഇൻ ദ ക്ലാസ് റൂം. നിങ്ങളുടെ സീറ്റിൻ്റെ പൊസിഷൻ, നിങ്ങൾ എവിടെയാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത് എന്നുള്ള പൊസിഷൻ നമുക്ക് നോട്ട് ചെയ്തൂടെ? Note down the position of each student with a reference to the table in the class. നിങ്ങൾ ഇരിക്കുന്ന ബെഞ്ചിൽ നിങ്ങൾ എത്രാമത്തെ കുട്ടിയാണ് എന്ന് നോട്ട് ചെയ്തൂടെ? അപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളെ എങ്ങനെ നമുക്ക് പറയാം നിങ്ങളുടെ പൊസിഷൻ? 3ാമത്തെ ബെഞ്ചിൽ വലതുഭാഗത്ത് നിന്ന് 2ാമതിരിക്കുന്ന കുട്ടി എന്ന് നമുക്ക് പറഞ്ഞൂടെ? ആ കുട്ടിയെ അങ്ങനെ നമുക്ക് പൊസിഷൻ പറഞ്ഞൂടെ? ഒരു സ്ഥാനം പറഞ്ഞൂടെ? 3ാമത്തെ ബെഞ്ചിൽ വലതുഭാഗത്ത് നിന്ന് 2ാമതിരിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ 5ാമത്തെ ബെഞ്ചിൽ ഇടതുഭാഗത്ത് നിന്ന്
ആ ഫസ്റ്റ് ഇരിക്കുന്ന കുട്ടി എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം അങ്ങനെ പറയുന്ന ഒരു രീതിയിൽ നമുക്ക് ഭൂമിയിലും എന്ത് ചെയ്യാം, ഓരോന്നിൻ്റെയും പൊസിഷൻ നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. നോക്കുക, ഇവിടെ ഒരു പിന്നെ കുറിപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു ചെറിയൊരു നോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഡു യു നോ ഫസ്റ്റ് അറ്റംപ്റ്റ് ടു ഫൈൻഡ് ഔട്ട് ദ സൈസ് ഓഫ് എർത്ത്? ആരാണ് ആദ്യമായിട്ട് ഭൂമിയുടെ അളവ് കണക്കാക്കാൻ ശ്രമിച്ചത് എന്ന് നിങ്ങൾക്കറിയോ? ആരാണ്? സോൺലി ബേസ്ഡ് ഓൺ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓഫ് സൺസ് റേസ്, ഇറാസ്തോസ്തനീസ് the Greek philosopher calculated the circumferences of earth to be 250,000 stadia. Stadia എന്ന് പറഞ്ഞാൽ the then commonly used unit for distance in Greece. ഗ്രീസിൽ അന്ന് പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ് എന്ത്? സ്റ്റഡിയ. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? solely based on the angle of incidence of sun's rays, സൂര്യപ്രകാശം പതിക്കുന്ന അതിൻ്റെ ആംഗിള്, അതിൻ്റെ കോണിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മാത്രം ഇറാസ്തോസ്തനീസ്, ആരാണ്? ഇറാസ്തോസ്തനീസ് എന്ന് പറയുന്ന ഗ്രീക്ക് ഫിലോസഫർ കാൽക്കുലേറ്റഡ്, അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തു എന്താ? ദ സർക്കംഫറൻസസ് ഓഫ് എർത്ത്, ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ വിസ്തൃതി എത്രയുണ്ട്? ടു ബി 250,000 സ്റ്റഡിയ, 250,000 സ്റ്റഡിയ ഉണ്ട് എന്ന് അദ്ദേഹം കണക്കാക്കി. എന്താ സ്റ്റഡിയ എന്ന് പറഞ്ഞാൽ? ദ കോമൺലി യൂസ്ഡ് യൂണിറ്റ് ഫോർ ഡിസ്റ്റൻസ് ഇൻ ഗ്രീസ്, ഗ്രീസിൽ ദൂരം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പൊതു മാനദണ്ഡമാണെന്ത്? സ്റ്റഡിയ. ഓക്കെ, വിച്ച് ഈസ് സർപ്രൈസിംഗ്ലി ക്ലോസ് ടു ഇറ്റ്സ് റിയൽ സർക്കംഫറൻസസ്, അത് അതിൻ്റെ യഥാർത്ഥ ഉപരിതല വിസ്തീർണത്തോട് ഏകദേശം അടുത്ത് നിൽക്കുന്നതാണ്. റിമെമ്പർ ദാറ്റ് ദെൻ ദർ വാസ് നോ മോഡേൺ മീൻസ് ടു മെഷർ ദ സെയിം ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. ഇന്നത്തെ പോലെയുള്ള ഉപാധികളോ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്ത കാലത്താണ് ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൻ്റെ കോണളവ് നോക്കിയിട്ട് ആ കോണളവ് വെച്ചിട്ട് ഭൂമിയുടെ വിസ്തൃതി ഇത്ര ഉണ്ട് എന്ന് ആര് കണക്കാക്കിയത്? പൈതഗോറസ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ വിസ്തീർണം കണക്കാക്കിയ ആളാരാണ്? പൈതഗോറസ്. ഓക്കെ, ഇനി നോക്കാം. ലെറ്റ്സ് പ്ലേ ആൻഡ് ലേൺ. നമുക്ക് കളിച്ച് പഠിക്കാം. റെഡിയാണോ? ഒരു കളിയാവാം. ഓക്കെ, എന്ത് കളിയാണ്? വി ക്യാൻ പ്ലേ ആൻ ഇൻട്രസ്റ്റിംഗ് ഗെയിം. നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം കളിക്കാം. വിത്ത് എ ബോർഡ്, ഒരു ബോർഡുമായിട്ടാണ്. വിത്ത് നെയിംഡ് ഗ്രിഡ്സ്, അതിൽ പേര് കൊടുത്തിട്ടുള്ള കുറേ കള്ളികളുണ്ട്. ആൻഡ് എ ബട്ടൺ ആസ് ഷോൺ ഇൻ ദ ഫിഗർ, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ അതിലൊരു ബട്ടൺ ഉണ്ട്. അതിൻ്റെ സെൻറ്ററിൽ കണ്ടില്ലേ ഒരു റെഡ്, അതാണ് അതിൻ്റെ ബട്ടൺ. 2 students ക്യാൻ സിറ്റ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ ബോർഡ്, ബോർഡിൻ്റെ ഇരുവശത്തും 2 കുട്ടികൾ ഇരിക്കുക. എന്നിട്ട് എങ്ങനെ കളി? ലെറ്റ് പ്ലെയർ എ നെയിം എ സെൽ. ആദ്യം ഒന്നാമത്തെ കളിക്കാരൻ എന്ത് ചെയ്യുക? ഒരു സെല്ലിൻ്റെ, ഒരു കള്ളിയുടെ പേര് പറയാം. ഉദാഹരണമായിട്ട് B3 എന്നുള്ള പേര് പറഞ്ഞു. ഇഫ് പ്ലെയർ ബി പ്ലേസസ് ദ ബട്ടൺ ഓൺ എക്സാക്ട് സെൽ, അപ്പോൾ രണ്ടാമത്തെ ആൾ ആ ബട്ടൺ, ആ റെഡ് ബട്ടണ് ആ കറക്റ്റ് സെല്ലിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അത് തട്ടിയിട്ട് കറക്റ്റ് സെല്ലിൽ എത്തിക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഹി ഗെറ്റ് 1 point, അയാൾക്ക് ഒരു പോയിൻ്റ് കിട്ടും. നൗ യു ക്യാൻ സ്വിച്ച് റോൾസ്. പ്ലെയർ എ ക്യാൻ ആൾസോ സ്കോർ എ പോയിൻ്റ് ബൈ പ്ലേസിങ് ദ ബട്ടൺ കറക്റ്റ്ലി. ഓക്കെ, പിന്നീട് അടുത്ത ആൾക്കാണ് അവസരം. അടുത്ത ആൾക്ക് അവസരം കൊടുക്കുമ്പോൾ അയാളൊരു കള്ളി പറയും. ആ കള്ളിയിലേക്ക് കറക്റ്റായിട്ട് തട്ടിയെത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അയാൾക്കൊരു പോയിൻ്റ് കിട്ടും. ഓക്കെ, അങ്ങനെ ഓരോരുത്തർക്കും എത്ര അറ്റംപ്റ്റ് കിട്ടുന്നു? 10 അറ്റംപ്റ്റ് വീതം കിട്ടുന്നു. 10 ശ്രമം വീതം ഓരോരുത്തർക്ക് കിട്ടും. ആ കറക്റ്റ് കള്ളിയിലേക്ക് നമുക്കത് തട്ടിയെത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു പോയിൻ്റ്. അതാണ് കളി. ഓക്കെ, ദെൻ മേക്ക് ഷുവർ ദാറ്റ് ഗ്രിഡ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ സ്റ്റിപ്പുലേറ്റഡ് ടൈം. അപ്പോൾ ഓരോ കള്ളി ഏതാണ് എന്ന് പറയുന്നതിന് നിശ്ചിത സമയം കണക്കാക്കണം.
നമ്മളെപ്പോഴെങ്കിലും പറഞ്ഞാൽ പോരാ, കറക്റ്റ് ഒരു സെക്കൻഡിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അര മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളൊരു കള്ളി പറയണം. നമ്മൾ കുറേ സമയം എടുത്ത് പറയാൻ പാടില്ല. അപ്പോൾ ആ കറക്റ്റ് സമയത്തിനുള്ളിൽ നമ്മൾ കള്ളി പറയണം. ഓക്കെ, അങ്ങനെ നമ്മൾ കളിച്ച് നോക്കുക ആരാണ് ജയിക്കുന്നത് എന്ന് നോക്കുക. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ നെക്സ്റ്റ് ക്ലാസ്.